ഹലോ, വെൽക്കം ടു അവർ ക്ലാസ്. ഇന്നവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് 8ലെ ഒരു ചാപ്റ്ററാണ്. ഒരു കവിതയാണ്. ഡോക്ടർ കെ നാം മസൂർ കാ പത്ര. നമുക്ക് കവിതയിലോട്ട് കിടക്കാം. ചാപ്റ്റർ हमें मालूम है अपनी बीमारी का कारण, वह छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. हमें मालूम है हमारी बीमारी का कारण, നമുക്കറിയാം നമ്മുടെ അസുഖത്തിന്റെ കാരണം. छोटा सा शब्द ഒരു ചെറിയൊരു ഒരു വേർഡാണ്. ശബ്ദം എന്ന് പറയുമ്പോൾ വേർഡാണ്. जिसे सब जानते हैं, എല്ലാവർക്കും അറിയാം. पर कहता कोई नहीं, പക്ഷെ അതാരും പറയില്ല. जब बीमार पड़ते हैं तो बताया जाता है सिर्फ तुम ही हमें बचा सकते हो. जब बीमार पड़ते हैं, അസുഖങ്ങൾ വരുമ്പോൾ നമ്മളോട് ആൾക്കാർ പറയും സിർഫ് തും ഹി ബതാ സക്തേ, മീൻസ് ഡോക്ടറിനെ നമ്മളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്ന്. जनता के पैसे से बने बड़े बड़े मेडिकल कॉलेजों में खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाई है तुमने, तब तो तुम हमें अवश्य अच्छा कर सकोगे. क्या सचमुच तुम हमें स्वस्थ कर सकते हो? जनता के पैसे से बने, നമ്മുടെ പബ്ലിക്കിന്റെ കാശ് കൊണ്ടും എല്ലാം വലിയ വലിയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി खूब सारा पैसा खर्च करके കുറെ കാശ് കളവ് ചെയ്ത് 10 साल तक 10 വർഷം ഡോക്ടറിന് വേണ്ടിയിട്ട് പഠിച്ച ഒരു ഡോക്ടർ ആവുമ്പോൾ हमें अवश्य अच्छा कर सकोगे. അപ്പോൾ 10 വർഷം നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല നോളജ് ഉണ്ട്. അപ്പോൾ തുമ്നെ അബ്തോ തും ഹമേ അവശ്യ अच्छा कर सकोगे. അപ്പോൾ നീ തീർച്ചയായിട്ടും നിനക്ക് ഞങ്ങളതിനെ ഹെൽത്തി ആക്കാൻ പറ്റും. अच्छा कर सकोगे मीन्स അസുഖം മാറ്റി തരാൻ പറ്റും. മരുന്ന് ഗുളിക തന്നിക്കുക. സച്മുച്ച് തും ഹമേ സ്वस्थ कर सकोगे, ശരിക്കും നിങ്ങൾക്ക് ഞങ്ങളതിനെ അസുഖം മാറ്റി തരാൻ പറ്റുമോ? तुम्हारे पास आते हैं जब बदन पर बचे चिथड़े खींचकर, कान लगाकर सुनते हो तुम हमारे नंगे जिस्म की आवाज, खोजते हो कारण शरीर के भीतर, पर अगर एक नजर शरीर के चिथड़ों पर डालो तो वे शायद तुम्हें ज्यादा बता सकेंगे क्यों घिस पिट जाते हैं हमारे शरीर और कपड़े. तुम्हारे पास आते हैं जब, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ, നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ബദൻ പർ ബച്ചേ ചിഥ്ഡെ ഖീച്ച്കർ, അപ്പോൾ ഈ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ തുണി വൃത്തിയിലായിരിക്കും, ചിലപ്പോ കീറിയതായിരിക്കും ചിഥ്ഡെ, ഇതെല്ലാം മാറ്റി കാൻ ലഗാക്കർ സുൻതേ ഹോ തും ഹമാരെ നംഗെ ജസ്മോ കി ആവാസ്, കാൻ ലഗാക്കർ ഈ സ്റ്റെതസ്കോപ്പ് നമ്മുടെ നെഞ്ചി വെച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഇടിപ്പ് കേൾക്കും. അതിനാണ് ഈ പറയുന്നത് കാൻ ലഗാക്കർ സുൻതേ ഹോ തും ഹമാരെ നംഗെ ജിസ്മ കി ആവാസ്. നമ്മുടെ ഈ സ്റ്റെതസ്കോപ്പ് നമ്മുടെ ബോഡി വെക്കുമ്പോഴാണല്ലോ ഈ ആവാസ് കേൾക്കുന്നത്, ഹൃദയത്തിന്റെ ഈ ആവാസ്. അപ്പോ ഖോസ്തേ ഹോ കാരൺ ഭീതർക്കെ, അപ്പോ ശരീരത്തിന്റെ അകത്തുള്ള കാരണങ്ങൾ തപ്പുവാണ് ഈ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് എന്താ അസുഖം ഉള്ളതെന്ന് ഡോക്ടർമാര് നോക്കൂലോ. പർ അഗർ, പക്ഷെ അതിന്റെ പകരം ഒരു നോട്ടം, ഏക് നസർ ശരീർ കെ ചിത്രോ പർ ഡാലോ തോ, ശരീർ കെ ചിത്രോ പർ, ശാരീരികമായി നമ്മളെ ആ നോക്കുന്ന നേരം ഒരു വശം ഞങ്ങളെ നോക്കുവാണെങ്കിൽ, അപ്പൊ ഈ പാവപ്പെട്ട ഒരു മനുഷ്യനെ നോക്കുവാണെങ്കിൽ, ഈ കീറിപ്പാറിയ തുണിയും കാശില്ലാതെയും വൃത്തിയില്ലാതെയും വരുന്ന ഈ മനുഷ്യനെ നോക്കുവാണെങ്കിൽ तो वे शायद तुम्हें ज्यादा बता सकेंगे. അപ്പോൾ ആ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരാൻ പറ്റും. ക്യൂം ഘിസിപ്പിട്ട് ജാത്തെ ഹമാരെ ശരീരം കപ്പടെ, എന്തുകൊണ്ട് ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ തുണിയും ഇതെല്ലാം കീറിപ്പാറിയതും ഘിസാപ്പിട്ടയായി പോകുന്നത് എന്ന് ഈ ഞങ്ങളെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനും കൂടുതൽ മനസ്സിലാവുന്നു. ശരീരത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ശരീരം വയ്യാതെ ആവുന്ന എന്തുകൊണ്ടാണ്? അർത്ഥത്തിലാണ് പാവപ്പെട്ടതാണ്, കഴിക്കാൻ കാശില്ല, പണിയില്ല, ജോലിയില്ല, കാശില്ല, അപ്പൊ ഓരോ അസുഖങ്ങൾ വരും. അർത്ഥത്തിൽ പറയുന്നത് ബസ് ഏക് ഹി കാരൺ ഹെ ദോനോ കാ, വഹ ഏക് ഛോട്ടാ സാ ശബ്ദ ഹെ ജിസെ സബ് ജാനത്തെ ഹെ പർ കഹ്താ കോയി नहीं. ബസ് ഏക് ഹി കാരൺ ഹെ ദോനോ കാ, എല്ലാത്തിന്റെ രണ്ടെണ്ണത്തിന്റെ ഒരു കാരണം തന്നെയുള്ളൂ. അതൊരു ചെറിയ ഒരു വേർഡാണ്, പക്ഷെ അത് എല്ലാവർക്കും അറിയാം, ആരും പറയില്ല. तुम कहते हो कंधे का दर्द ठिसता है,
नमी और सीलन की वजह से। डॉक्टर तुम्हें बताओ यह सीलन कहाँ से आई। बहुत ज्यादा काम और बहुत कम भोजन से दुबला कर दिया है हमें, नुस्खे पर लिखते हो। അപ്പോൾ तुम कहते हो कंधे पर दर्द ठिसता है। അപ്പോൾ നീ പറയുന്ന ഈ ഷോൾഡറിനൊക്കെ വേദന ഉണ്ടാവും कंधे पे, कंधा में शोल्डर पे വേദന ഉണ്ടാവും। नमी और सीलन की वजह से। डॉक्टर तुम ही बताओ यह सीलन कहाँ से आई। അപ്പോൾ ഈ വേദനയും ഈ നനവും ഈ വേദനയും ഇതെല്ലാം എവിടുന്ന് വന്ന ഡോക്ടർ? തും ഹി ബതാവോ യാ സീലൻ കഹാ സെ ആയി। അപ്പോ ഈ ബോഡിയിലത്തെ ഈ പെയിനും ഈ വേദനയും എവിടുന്ന് വന്നു എന്ന് ഡോക്ടറിനോട് ചോദിക്കുമ്പോ എന്താ പറയുന്നത്? ബഹുത് ജ്യാദാ കാം, കുറേ പണിയും, കൂലിപ്പണി ചെയ്യുന്നവരൊക്കെ കുറേ പണി ചെയ്യണം, കുറേ ഹാർഡ് വർക്ക് ചെയ്യണം, കുറേ എന്താ പറയുന്നത് ഹെവി സാധനങ്ങൾ എടുക്കുക, പൊക്കുക, അല്ല അപ്പോ ഇഷ്ടി എടുക്കുക, അങ്ങനത്തെ ഒക്കെ പണി ചെയ്യുന്നവര് കുറേ കഷ്ടപ്പാടുണ്ട്. അപ്പൊ ബഹുത് ജ്യാദാ കാം ഓർ ബഹുത് കം ഭോജനം, അതിനനുസരിച്ച് അവർക്ക് ആഹാരം കഴിക്കാൻ കാശൊന്നും ഇല്ല, അപ്പൊ കുറച്ച് കഴിക്കും, കുറേ അധ്വാനിക്കും. ഓ ദുബ്ലാ കർ ദിയാ ഹെ ഹമേ നുസ്ഖെ പർ ലിഖ്തേ ഹോ। അപ്പൊ എന്താ പറയുന്നത്? ബഹുത് ജ്യാദാ കാം, तुम कहते हो कंधे का दर्द ठीसता है नमी और सीलन की वजह से। डॉक्टर तुम ही बताओ यह सीलन कहाँ से आई। तुम ज्यादा काम और बहुत कम भोजन ने दुबला कर दिया है हमें, नुस्खे पर लिखते हो। बहुत कम भोजन और बहुत ज्यादा काम और बहुत कम भोजन, കുറേ പണിയും കുറച്ച് ആഹാരം ദുബല കർ ദിയ ഹമേ, എണ്ണം കുറഞ്ഞ് സ്ലിമ്മായി, സ്ലിം എന്നെല്ലാം പറയാം, അങ്ങനെ ശോഷിച്ചിരിക്കുന്നു എന്ന് പറയാം, അങ്ങനെ ദുബല കർ ദിയ ഹെ യേ നുസ്ഖെ പർ ലിഖ്തേ ഹോ। അതാണ് ഇതിനകത്ത് എഴുതുന്നത്. ഈ പേഷ്യന്റിനെ പറ്റിയിട്ട് ഒരു കടലാസ് ഇല്ലേ ഡോക്ടർ എഴുതില്ലേ, ഹിസ്റ്ററി എഴുതുമ്പോ എഴുതിയില്ലേ, വണ്ണം കുറവാണ്, ആഹാരം കഴിക്കുന്നില്ല, അപ്പോ നുസ്ഖെ എന്ന് പറയുമ്പോ ആ സ്ലിപ്പിനെ പറയുന്ന, ഡോക്ടർ സ്ലിപ്പിനെ അതിനെ എഴുതുന്നത്। और वजन बढ़ाओ यह तो वैसे ही है, दलदली घास से कहा कि वह खुश्क रहो और वजन बढ़ाओ। പിന്നെ ഇവര് കടലാസ് എഴുതുന്നത് കുറേ പണിയുണ്ട്, ആഹാരം കുറയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെള്ളം കുറഞ്ഞിരിക്കണേ, അത് കഴിഞ്ഞിട്ട് എഴുതും ഓർ വജൻ बढ़ाओ, അപ്പൊ കുറച്ച് വെയിറ്റ് കൂട്ടാൻ പറയും। അപ്പൊ ഇതെന്ത് പറയണ ഒരുമാതിരി എന്ത് തമാശ പോലെയാകുന്നുണ്ട്। ഏത് വൈസേ ഹുവ ജैसे ദൽദലി घास से कहो कि खुश्क हो जाए, ഇത് ഉണങ്ങിയിരിക്കുന്ന പുല്ലിനോട് നന്നാവാൻ പറയുന്ന പോലത്തെ ഒരു ആവാണ്। डॉक्टर तुम्हारे पास कितना वक्त है हम जैसों के लिए, क्या हमें मालूम नहीं तुम्हारे घर के एक कालीन की कीमत 5000 मरीजों से मिली फीस के बराबर है। डॉक्टर तुम्हारे पास कितना वक्त है, നിങ്ങൾക്ക് എന്തോരം സമയമുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, हम जैसों के लिए ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, क्या हमें मालूम नहीं ഞങ്ങൾക്ക് അറിയില്ലേ, तुम्हारे घर का एक कालीन की कीमत, എന്റെ വീട്ടിലെ ഒരു കാലീൻ എന്ന് പറയുമ്പോൾ വീട്ടില് താഴെ വീഴുന്ന മാറ്റ്, അതിന്റെ ഒരു വില 5000 മരീജോ സെ മിലെ ഫീസ് के बराबर है, 5000 പേരെ ഫീസ് കിട്ടിയതിന്റെ ഒപ്പമായിരിക്കും ആ കാലീന്റെ വില എന്ന്। बेशक तुम कहोगे इसमें तुम्हारा कोई दोष नहीं, हमारे घर की दीवारों पर छाई सीलन भी यही कहानी दोहराती है। बेशक तुम यही कहोगे, 5000 फीस से मिली फीस के बराबर है। वो बेशक तुम यही कहोगे, തീർച്ചയായിട്ടും നീ ഇങ്ങനെ തന്നെ പറയും, इसमें तुम्हारा कोई दोष नहीं, നിങ്ങളുടെ ഒരു തെറ്റുമില്ല, इसमें तुम्हारा कोई दोष नहीं, हमारे घर की दीवार पर छाई सीलन भी, हमारे घर की दीवार पे छाई सीलन भी, ഞങ്ങളുടെ വീട്ടിനകത്തെ ചുമരയിലുള്ള ഈ മഴ പെയ്തിട്ടുള്ള നനഞ്ഞ സീലൻ എന്ന് പറയും അതിന്, നനവ് വരുമ്പോ ഈ ചുമരയിലൊക്കെ ഭിത്തിയിലൊക്കെ, യഹി कहानी दोहराती है। അപ്പോ അതും ഈ കഥ തന്നെ പറയുന്നത്। हमें मालूम है अपनी बीमारी का कारण, वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं है, वह है गरीबी। वो हमें मालूम है ബിമാരി का कारण, എനിക്കറിയാം, അതിനൊരു ചെറിയ ശബ്ദമാണ്, അത് എല്ലാവർക്കും അറിയാം, ആരും പറയില്ല, അതിന്റെ പേരാണ് ഗരീബി। അപ്പോ പാവപ്പെട്ടാരാവുമ്പോ കഴിക്കാൻ കാശില്ല, പണി കുറെ എടുത്ത് ആഹാരമൊന്നും കഴിക്കാണ്ടാവുമ്പോ കുറെ അസുഖങ്ങൾ വരും। അപ്പോ അതാണ് അവരുടെ ഒരു വിഷമം പറയുന്നത്। അപ്പോ കഥയ്ക്കകത്ത് പറയുന്നത് അറ്റ്ലീസ്റ്റ് തും ഈ
अंदर का जो ദർദ് ഹെ അത് നോക്കണേക്കാൾ ഭേദം ഫിസിക്കൽ അപ്പിയറൻസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അകത്ത് ഈ രോഗങ്ങൾ വരുന്നതിന് കാരണം എന്താണെന്ന്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടു കാണും. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.